ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നത് നമ്മളെ ജീനിൻ്റെ കൂടെ ഉള്ള ടോപ്പ് ഉണ്ടല്ലോ, നമ്മളെ ബെൽ സ്ലീവ് പോലെ സ്ലീവ് ഇങ്ങനെ ആയിട്ടുള്ള ഈ ഒരു ജീനിൻ്റെ കൂടെ ഇത്ര വരുന്ന ടോപ്പാണ് ഞാൻ അടിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള തുണിയും അതേപോലെ ലേസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇതിൻ്റെ കട്ടിങ് വീഡിയോവും അതേപോലെ സ്റ്റിച്ചിങ് വീഡിയോയും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ തുണി ഇതേപോലെ ഞാൻ 4 മടക്കാക്കിയിട്ട് ഇങ്ങനെയാണ് മടക്കുന്നത്. ഞാൻ നിൽക്കുന്ന ഭാഗമാണ് മടക്ക് ഭാഗം, ഞാൻ നിൽക്കുന്ന ഭാഗമായിട്ടാണുള്ളത്. ഈ ഭാഗം ഓപ്പൺ ഭാഗമാണ്. ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കും. അപ്പോൾ ഇത് ലെങ്ത്ത് വരുന്ന എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ലെങ്ത്ത് ഞാൻ എടുത്തത് 36 എടുത്തത്. ഇതിൽ സ്റ്റിച്ച് ചെയ്യാനൊക്കെ എടുത്തിട്ട് 36 ലെങ്ത്ത് വരുന്നത്. അതേപോലെ ഇവിടെ ഞാൻ വിടുത്ത് എടുത്തത് 13 വിടുത്ത് ഞാൻ കൊടുത്തത്. ഇനി നമുക്ക് നെക്കും ഷോൾഡറും ഷേപ്പൊക്കെ അടയാളപ്പെടുത്തണം. അതിന് വേണ്ടി നെക്ക് ഞാൻ എടുക്കുന്നത് 2.5 ഫ്രണ്ടിലും ബാക്കിലും 2.5 എടുക്കുന്നത്. ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം ഞാൻ 5.5 കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് സ്ക്വയർ ആക്കിയിട്ട് എടുക്കാം. 5.5 വരുന്നിടത്ത് ഫ്രണ്ട് നെക്ക് സ്ക്വയർ ആക്കിയിട്ട് എടുക്കണം. ഇതേപോലെ സ്ക്വയർ ആക്കി കൊടുത്തിട്ട് ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ട് കൊടുക്കുക. ഇതാണ് ഫ്രണ്ട് നെക്ക് വരുന്നത്. അങ്ങനെ ബാക്ക് നെക്ക് ഞാൻ എടുക്കുന്നത് 3.5 ബാക്ക് നെക്ക് എടുക്കുന്നത്. അതും ഇതേപോലെ സ്ക്വയർ ആക്കിയിട്ട് കൊടുത്തിട്ട് നമുക്കിത് റൗണ്ട് ആക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ ഫ്രണ്ട് നെക്ക് 5.5 ഞാൻ എടുത്ത് റൗണ്ടാക്കി, ബാക്ക് നെക്ക് 3.5 എടുത്ത് ഞാൻ റൗണ്ടാക്കി. പിന്നെ ഷോൾഡർ ഞാൻ എടുക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 4.5 ഷോൾഡർ കൊടുക്കുന്നത്. അതേപോലെ ആം ഹോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 6.5 കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും അതേപോലെ നമുക്ക് ഈ ഒരു രീതിയിൽ സ്ക്വയർ ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 1.5 കൊടുക്കണം, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 3 കൊടുക്കണം, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 2.5 കൊടുക്കണം. സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 1.5, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 3, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 2.5. ഈ ഒരു രീതിയിലാണ് നമ്മൾ ആം ഹോൾ ചെയ്യുക. എന്നിട്ട് നമുക്കിത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഷേപ്പ് ആക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് കഴുത്തും ആം ഹോളും വരുന്നത്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു പീസ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ എല്ലാ വീഡിയോയിലും പറയലുണ്ട്, ഇതൊരിക്കലും സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യരുത്, റൗണ്ടായിട്ട് തന്നെ കട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു രീതിയിൽ റൗണ്ടാക്കിയിട്ട് ഇവിടം വരെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. തുണി കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ നമുക്ക് കൈയൊക്കെ എടുക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കട്ട് ചെയ്ത് പോകാൻ പാടില്ല. ഈ ഒരു രീതിയിൽ തന്നെ താഴെ വരെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്കിതാ ഇവിടെ നമ്മൾ ഇങ്ങനെ 4 മടക്കാക്കിയിട്ടാണല്ലോ മടക്കിയിട്ട് രണ്ടും 2 ഭാഗമാക്കാൻ വേണ്ടിയിട്ട് മേൽഭാഗം ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിതാ ഇത് ഫ്രണ്ട് ഭാഗം, അതേപോലെ ഇത് ബാക്ക് ഭാഗം, 2 ഭാഗവും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പീസ് വേണം. ആ പീസ് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ടാണ് ബാക്കി ഷേപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ബാക്ക് ഭാഗം ഒരുമിച്ച് കട്ട് ചെയ്യുന്നുണ്ട്. ഫ്രണ്ടും ബാക്കും കൂടെ ഒരുമിച്ചാണ് ഞാൻ ബാക്ക് ഭാഗം കട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഫ്രണ്ട് ഭാഗം മാത്രം കട്ട് ചെയ്യും. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ എടുത്തു കഴിയുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കട്ട് ചെയ്താൽ കുറച്ചും കൂടെ നല്ലതാണ്. ഇനി നമുക്ക് ഇതിനുള്ള പീസ് എടുക്കണം. ആ പീസ് ഇതിൻ്റെ താഴെ വെച്ച് കട്ട് ചെയ്താൽ മതി. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലേക്കും വേണ്ടിയിട്ട് 2 പീസ് ഞാൻ ഇതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിത് അളവെടുത്ത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു കട്ട് ചെയ്ത രീതിയിൽ തന്നെയുള്ള റൗണ്ട് കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ മേലെ വെച്ച് കട്ട് ചെയ്താൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റായിട്ട് വെട്ടിക്കൊടുക്കുക. ഞാൻ ഫ്രണ്ട് നെക്കാണ് കട്ട് ചെയ്യുന്നത്. അത് വെച്ചിട്ട് ഇതേപോലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമാണ്. അപ്പോൾ അതേപോലെ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ബാക്ക് ഭാഗവും നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട് ഭാഗത്തിനും ബാക്ക് ഭാഗത്തിനും വേണ്ടിയിട്ട് നമ്മൾ പീസ് ഇത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ 3 ഭാഗവും മടക്കി അടിക്കുക. ഇതിൻ്റെയും മടക്കി അടിക്കണം. എന്നിട്ട് ഇതിൻ്റെ നല്ല ഭാഗം വെച്ചിട്ടാണ് അടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് രണ്ടും അടിച്ചെടുക്കാം. എന്നിട്ട് ബാക്കി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഫ്രണ്ട് നെക്കും അതേപോലെ തന്നെ ബാക്ക് നെക്കും രണ്ടും പീസ് റെഡി ആയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഫ്രണ്ട് നെക്കിൻ്റെ പീസ് ഇങ്ങനെയാണ് വെക്കുക. അതേപോലെ തന്നെ ബാക്ക് നെക്കിൻ്റെ പീസ് ഇങ്ങനെയാണ് വെക്കുക. പീസ് വെക്കുമ്പോൾ നമ്മൾ നല്ല ഭാഗവും ഇതിൻ്റെ ഈ ഒരു പീസിൻ്റെ നല്ല ഭാഗം ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഈ ഒരു പീസിന് നല്ല ഭാഗം ഇങ്ങനെ വെക്കുക. ക്ലോത്തിന് നല്ല ഭാഗവും വെച്ചിട്ട് ഓൾ റൗണ്ട് ഇതേപോലെ ഇവിടെ അടിച്ചു കൊടുക്കണം. അതേപോലെ തന്നെ ബാക്ക് ഭാഗവും നല്ല ഭാഗവും വെച്ച് റൗണ്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടും അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചിടണം. 2 അടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി എങ്ങനെയാണെന്നുള്ളത് നോക്കാം.
അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നല്ല ഭാഗം വെച്ച് ഇങ്ങനെ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിടണം. തിരിച്ചിടുമ്പോൾ ഇതാ ഇങ്ങനെ മടക്കിയിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ മടക്കുക, ഇതും ഇങ്ങനെ മടക്കി കൊടുക്കുക. ഓൾ റൗണ്ട് ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് ഇവിടെ പ്രസ് ചെയ്ത് അടിക്കണം. അതേപോലെ തന്നെ അപ്പുറത്തെ ഭാഗത്തിൻ്റെ അടിക്കണം. രണ്ട് ഭാഗം ഇതേപോലെ അടിച്ചിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതേപോലെ രണ്ട് ഭാഗം, ബാക്ക് ഭാഗവും ഫ്രണ്ട് ഭാഗവും രണ്ടും നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡറും ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കണം. ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഇങ്ങനെയാണ് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുന്നത്. ഇവിടെ ഇങ്ങനെ അടിക്കുക വേണ്ടത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഷോൾഡറും ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ രണ്ട് ഭാഗവും ഷോൾഡർ ജോയിൻ ചെയ്തിട്ടാണ് നമുക്ക് കൈ കൊടുക്കേണ്ടത്. അപ്പം ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നെക്സ്റ്റ് കൈക്ക് വേണ്ടിയിട്ടുള്ള പീസാണിത്. അതിതാ 4 മടക്ക്, ഇതാ ഇങ്ങനെ ഒരു മടക്ക് മടക്കി, 2 മടക്ക് മടക്കി, 4 മടക്ക് മടക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കൈക്ക് മതിയാവില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈ എടുക്കുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണല്ലോ കൈൻ്റെ വിടുത്ത് 8 വരുന്നുള്ളൂ. അപ്പം വിടുത്ത് നമുക്ക് അതിലും കുറച്ചും കൂടെ കൂടുതലായിട്ട് വേണം. അതുകൊണ്ട് തന്നെ ഈ ഒരു പീസ് ഇവിടെ ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 10 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഫുൾ കൈയാണ് കൊടുക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 23.5 വരുന്നുണ്ട് ലെങ്ത്ത് വരുന്നത്. വിടുത്ത് ഈ ഒരു പീസും കൂടെ ഇവിടെ വെച്ചിട്ട് 10 കിട്ടും. അപ്പോൾ ഈ ഒരു പീസ് ഇതിനെ മുകളിൽ വെച്ചിട്ട് ബാക്കി എങ്ങനെ കട്ട് ചെയ്യുന്നുള്ളത് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ കൈക്ക് അടിച്ചത്. ഇതാ ഇങ്ങനെയാണ് ഞാൻ പീസ് വെച്ചത്. ഈ ഒരു രീതിയിൽ ഞാൻ 4 ഭാഗത്തും 4 പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് കൈ കട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് കൈൻ്റെ അളവ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 3 ഞാൻ എടുക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 3 എടുത്തിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ റൗണ്ടാക്കി കൊടുക്കണം. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 3 എടുത്തത്. ഇത് മടക്ക് ഭാഗമാണ്. ഇവിടെ ഒരിക്കലും കട്ട് ചെയ്ത് പോകാൻ പാടില്ല. ഓപ്പോസിറ്റ് ഭാഗം ഓപ്പൺ വരുന്ന ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 3 എടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ റൗണ്ടാക്കി കൊടുക്കുക. ഇനി ഇവിടെ നിന്ന് ഇത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഞാൻ കൊടുക്കുന്നുണ്ട്. നമ്മൾ ബെൽ സ്ലീവാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് സ്ലീവ് അതിൻ്റെ അളവ് കൊടുക്കുന്നില്ല. ലാസ്റ്റ് വരെ ഈ ഒരു രീതിയിൽ അടിച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് 1/2 ഇഞ്ച് മാത്രമേ വിടുന്നുള്ളൂ ഞാൻ അടിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ലൈസും കൂടെ ഇവിടെ വെച്ച് കൊടുക്കണം. അപ്പം കൈ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്യേണ്ടത്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 10 അളവ് വരുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 3 എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. കൈ ഇവിടെയും കട്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഇവിടെ ഞാൻ ടെക്കിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കൈ വെക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട്. ഇനി അതേപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും ഒക്കെ അടിച്ച് ഷോൾഡർ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലാണ് കൈ ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ കൈ ജോയിൻ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നല്ല ഭാഗമാണല്ലോ ഇതുള്ളത്. അതേപോലെ തന്നെ കൈയിൻ്റെ നല്ല ഭാഗവും എടുക്കുക. ഇവിടെ നല്ല ഭാഗവും ഇവിടെ വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്കും അടിച്ചു കൊടുക്കുക, ഇവിടുന്ന് ഇങ്ങോട്ടേക്കും അടിച്ചു കൊടുക്കുക. അപ്പം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ വരും. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗവും അടിക്കുക. രണ്ടും അടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ കയ്യും ഇതാ 2 ഭാഗവും കയ്യും അടിച്ച് ഇനി നമുക്കിത് ഷേപ്പ് ആക്കണം. കൈയിൻ്റെ ഭാഗം ഷേപ്പ് ആക്കണ്ട. ഓൾറെഡി ഈ ഒരു ലൂസ് കൈയാണല്ലോ നമ്മൾ കൊടുക്കുന്നത്. അറ്റത്ത് ലേസും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൈ ഷേപ്പ് ആക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇവിടെയാണ് ഷേപ്പ് ആക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഷേപ്പ് നമ്മൾ ചെയ്യുക. ഇതിൻ്റെ സെൻറ്റർ എടുക്കണം. സെൻറ്റർ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഇവിടം വരെ അളവ് എടുത്തിട്ട് എത്രയാണെന്നുള്ളത് നോക്കുക. അളവ് വരുന്നത് ഇവിടുന്ന് ഇവിടം വരെ അളവ് എടുക്കുമ്പം 27 അളവ് വരുന്നത്. 13.75 സെൻറ്റർ വരുന്നത്. അപ്പോൾ സെൻറ്ററിൽ നിന്ന് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് 10 അടയാളപ്പെടുത്താം. കുറച്ച് ലൂസിലും കൂടി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് 10 ഞാൻ എൻ്റെ അളവ് എടുക്കുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ടേക്കും 10 അടയാളപ്പെടുത്തുക. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് സെൻറ്റർ അടയാളപ്പെടുത്തുക. സെൻറ്ററിൽ നിന്ന് ഇവിടെ 14 സെൻറ്റർ കിട്ടാൻ വേണ്ടി ഞാൻ എടുക്കുന്നത്. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 10 മേലെ എടുത്തത്. അപ്പോൾ താഴെ ഒരു 9.5 കൊടുക്കുക. ഇവിടുന്ന് ഇങ്ങോട്ടേക്കും അതേപോലെ തന്നെ 9.5 കൊടുക്കുക. അപ്പോൾ നമുക്ക് സൈഡ് ഓപ്പൺ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചുരിദാറിന് ഒക്കെ 21 കൊടുക്കുക. അപ്പം ആ ഒരു രീതിയിൽ നമുക്ക് ഷേപ്പാക്കാൻ വേണ്ടിയിട്ട് 21 വരുന്നിടത്ത് ജസ്റ്റ് അടയാളപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗവും 21 വരുന്നിടത്ത് ഞാൻ അടയാളപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ഇതിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്താം.
13.25 സെൻറ്റർ വരുന്നത്. ഇവിടുന്നും അതേപോലെ തന്നെ ഞാൻ 11 എടുക്കുന്നത്. മേലെ 10, ഇവിടെ 9.5, ഇവിടെ ഞാൻ 11 അടയാളപ്പെടുത്തുന്നത്. അതേപോലെ തന്നെ ഇവിടെയും 11 അടയാളപ്പെടുത്തുന്നത്. ഇനി നമുക്ക് സൈഡ് ഓപ്പൺ അടയാളപ്പെടുത്തണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ഈ ഒരു രീതിയിൽ ഷേപ്പ് ആക്കിയിട്ട് കൊടുക്കുക. ഈ ഭാഗത്തെ ഷേപ്പ് ഇതാണ് വരുന്നത്. അതേപോലെ തന്നെ ഈ ഭാഗത്തെ ഷേപ്പ് ഇതാണ് വരുന്നത്. നമ്മൾ സൈഡ് ഓപ്പൺ ചെയ്യുന്നത് 28-ലാണ്. സൈഡ് ഓപ്പൺ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങോട്ടേക്ക് ഞാൻ 24 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണ രീതിയിൽ നമ്മൾ 21-ലാണല്ലോ സൈഡ് ഓപ്പൺ കൊടുക്കുക. ഇത് 24 കൊടുക്കുന്നതുകൊണ്ട് തന്നെ 24-ൻ്റെ അടുത്തും, ഇതാണ് 24 വരുന്നത്, 24-ൻ്റെ അടുത്തും നമുക്ക് സെൻറ്റർ അടയാളപ്പെടുത്തണം. ഇവിടെ ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ 13.25 വരുന്നത്. 13.25 ഇവിടെ ഇങ്ങോട്ടേക്കും അടയാളപ്പെടുത്തണം. 11 അടയാളപ്പെടുത്തുന്നത്. നമ്മൾ 21 സാധാരണ രീതിയിൽ എടുക്കുക. നമുക്കിപ്പം ഈ ഒരു ടോപ്പിന് വേണ്ടത് 24. അതേപോലെ തന്നെ ഇവിടെയും 24 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ 13.25-ൻ്റെ അടുത്ത് നമുക്ക് വേണ്ടത് 11. അപ്പോൾ 24 വരുന്നിടത്ത് ഞാൻ ഇവിടെയും അടയാളപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ഷേപ്പ് ആക്കുന്നത് നമ്മൾ ആ ഒരു ഷേപ്പിലല്ല ചെയ്യുന്നത്, ഈ ഒരു ഷേപ്പിലാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ വന്നിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ സൈഡ് ഓപ്പൺ കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഷേപ്പ് വരുന്നത്. അപ്പോൾ കൈ ഞാനിവിടെ ഷേപ്പ് ആക്കി കൊടുക്കുന്നില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇതിങ്ങനെ നിവർത്തി വെച്ചിട്ട് ഈ ലൈസ് വെച്ച് കൊടുക്കുന്നതാണ്. അപ്പം നേരത്തെ ഞാൻ ലൈസ് വെക്കുന്ന ഒരു വീഡിയോ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു രീതിയിലാണ് ലൈസ് വെക്കുന്നത്. അപ്പോൾ ലൈസ് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഷേപ്പ് ആക്കുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഷേപ്പാക്കി കഴിഞ്ഞിട്ട് സൈഡ് ഓപ്പൺ അടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് വീഡിയോയിലൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇതാ കൈക്ക് ലൈസ് വെച്ചിട്ടുണ്ട്. ഇതാ ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഇതിൻ്റെ ഫുൾ വീഡിയോ ഫുള്ളും അടിച്ച് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള വീഡിയോ എങ്ങനെയാണെന്നുള്ള കാണിച്ചു തരാം. 2 കൈക്ക് ഞാൻ ലൈസ് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ മടക്കിയിട്ട് നമുക്ക് ചെയ്യേണ്ടത് സൈഡ് ഓപ്പൺ കൊടുക്കണം. സൈഡ് ഓപ്പൺ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇത്രയും ഞാൻ ഷേപ്പാക്കിയിട്ട് ഇവിടം വരെ അടിച്ചിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 1 ഇഞ്ചാണ് സൈഡ് ഓപ്പൺ കൊടുക്കേണ്ടത്. 1 ഇഞ്ച് ഇവിടുന്ന് കൊടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഇങ്ങനെയാണ് സൈഡ് ഓപ്പൺ വേണ്ടിയിട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുക. കട്ട് ചെയ്യണം. എന്നാൽ നമുക്ക് ഷേപ്പാക്കണമെങ്കിൽ ഷേപ്പാക്കാം. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ അടിച്ചത്. ഇനി നമുക്ക് സൈഡ് ഓപ്പൺ അടിച്ചെടുക്കാം. സൈഡ് ഓപ്പൺ നമ്മൾ സാധാരണ ചുരിദാറിന് അടിക്കുന്ന പോലെ ബോക്സ് ടൈപ്പ് അല്ല, കുർത്ത ടൈപ്പ് മോഡലാണ് ഞാൻ അടിക്കുന്നത്. അപ്പോൾ അതും കൂടെ അടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് സൈഡ് ഓപ്പണും ഈ ഒരു രീതിയിൽ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതിങ്ങനെ അടിച്ച് ഈ ഒരു വി ഷേപ്പിലാണ്, ഇങ്ങനെ വി ഷേപ്പിലാണ് സൈഡ് ഓപ്പൺ അടിച്ചത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് താഴെയും ലൈസ് വെച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാ ലൈസ് നേരത്തെ വെച്ചതുപോലെ തന്നെ നല്ല ഭാഗവും വെച്ച് അടിച്ചിട്ട് നമുക്ക് തിരിച്ചിടണം. അപ്പോൾ ഇതും കൂടെ വെച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വീഡിയോ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇത് താഴെയും ഇതേപോലെ ലൈസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു രീതിയിൽ ലൈസ് വെച്ചിട്ടുണ്ട്. കൈക്കും ഇതാ ഈ ഒരു രീതിയിൽ ലൈസ് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളെ ജീനിൻ്റെ കൂടെയുള്ള ടോപ്പ് വരുന്നത് ഇത്രയുമാണ്. അപ്പോൾ എല്ലാവരും ഫുൾ വീഡിയോ കാണുക. വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ തന്നെ പുതിയ വീഡിയോ ഇനിയും വരുന്നതാണ്. അപ്പം ഓക്കെ, ബൈ, താങ്ക് യു.